കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എങ്ങനെയുണ്ട്? എക്സാമിന് എഴുതാൻ റെഡിയായോ? റെഡിയായി. ഓക്കെ, പഠിച്ചു കഴിഞ്ഞായിരുന്നോ? പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഓണപരീക്ഷയ്ക്കായിട്ട് അവസാനഘട്ട ഒരുക്കത്തിലേക്ക് പോകാം. ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എങ്ങനെ എഴുതണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊരിക്കൽ കൂടി നോക്കാം. ഓക്കെ, അടിസ്ഥാന പാഠാവലിയാണ് നിങ്ങൾക്ക് ആദ്യത്തെ എക്സാം വരുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഞങ്ങൾ കണ്ട കാർഷികോത്സവം അല്ലെങ്കിൽ നാട്ടുത്സവം എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു വിവരണം തയ്യാറാക്കുക. ഞങ്ങൾ കണ്ട കാർഷികോത്സവം അല്ലെങ്കിൽ നാട്ടുത്സവം എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു വിവരണം തയ്യാറാക്കുക. നിങ്ങൾ പാഠപുസ്തകത്തിൽ ഒരു കാര്യം പഠിച്ചു, കുമ്മാട്ടിയത് പഠിച്ചു. ഇവിടെ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് എന്താണെന്നറിയാവോ? മരമടി മഹോത്സവം. എന്താ മരമടി മഹോത്സവം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. കേരളക്കരയിലെ ഒരു കാർഷികോത്സവമാണ് മരമടി മഹോത്സവം. കേരളക്കരയിലെ ഒരു കാർഷിക ഉത്സവമാണ് മരമടി മഹോത്സവം. കാളകളെ കൊണ്ടും പോത്തുകളെ കൊണ്ടും മരമടി മഹോത്സവം നടത്താം. കാളകളെ കൊണ്ടും നടത്താം, പോത്തുകളെ കൊണ്ടും നടത്താം. നിലം പൂട്ടി ഒരുക്കി മരമടിച്ച് വൃത്തിയാക്കിയിടും. നിരപ്പാക്കിയ നിലത്തിൽ തുല്യമായി ജലം നിർത്തും. മരമടിക്ക് 2 കാളകൾ അല്ലെങ്കിൽ 2 പോത്തുകൾ നുകം വെച്ച് നിർത്തും. കയറിൽ കൊരുത്ത് ഒരു മരം ബന്ധിക്കും. ആ മരത്തിൽ ഒരാൾ ഒറ്റ കാലൂന്നി നിൽക്കും. ഇനിയുമുണ്ട്. അപ്പോൾ തുടക്കം എങ്ങനെയാണെന്ന് പറയാം. കേരളക്കരയിലെ ഒരു കാർഷികോത്സവമാണ് മരമടി മഹോത്സവം. കാളകളെ കൊണ്ടും പോത്തുകളെ കൊണ്ടും മരമടി മഹോത്സവം നടത്താം. നിലം പൂട്ടി ഒരുക്കി മരമടിച്ച് നിലം വൃത്തിയാക്കിയിടും. ആ നിരപ്പാക്കിയ നിലത്തിൽ തുല്യമായി ജലം നിർത്തും. മരമടിക്ക് 2 കാളകൾ അല്ലെങ്കിൽ 2 പോത്തുകൾ നുകം വച്ച് നിർത്തും. കയറിൽ കൊരുത്ത് ഒരു മരം ബന്ധിക്കും. ആ മരത്തിൽ ഒരാൾ ഒറ്റ കാലൂന്നി നിൽക്കും. ഒരു കാലൂന്നി ആ മരത്തിൽ നിൽക്കും. കാളകളെ അല്ലെങ്കിൽ പോത്തുകളെ നിയന്ത്രിക്കുന്നതിന് 1-2 ആളുകൾ കാണും. ഒരാൾ വിസിലൂതുമ്പോൾ കാളകളെ നയിക്കുന്നവർ ഓടാൻ ആക്കം കൊടുക്കും. ഓടാനായിട്ട് ഇങ്ങനെ ഓടിക്കും. അതിനെ ഉരപ്പുക എന്നാണ് പറയുക കേട്ടോ. ഇങ്ങനെ ഓടാൻ ആക്കം കൊടുക്കുന്നതിനെ ഉരപ്പുക എന്നാണ് പറയുന്നത്. കാളകളോടും ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് അവ തിരിയും.
അവിടെ ഒരു കൊടി നാട്ടിയിരിക്കും. അതിൽ തട്ടാതെ വേണം തിരിയുവാൻ. കാളകൾ കൊടിയിൽ തട്ടുകയോ മരവുമായി മറുകണ്ഠം പോവുകയോ ചെയ്താൽ അത് തെറ്റായി കണക്കാക്കും. ഓടിയെത്തുന്ന സമയമാണ് വിജയിയെ നിർണയിക്കുന്നത്. അപ്പോൾ നിലമൊക്കെ ഒരുക്കിയിട്ടേക്കും. നിലത്തിലെന്താ, ജലം കാണും. കാളകളെ നുകം വച്ച് കെട്ടും. കയറിൽ ഒരു മരം കെട്ടിയിരിക്കും. വിസിലൂതുമ്പോൾ കാളകളെ ഇങ്ങനെ ഈ കാളകളെ നിയന്ത്രിക്കാനായിട്ട് 2-3 ആൾക്കാർ കാണും. അവിടെ ഓടാൻ ഇങ്ങനെ ആക്കം കൊടുക്കും. കാളകൾ ഓടും. കാളകൾ ഓടുമ്പോൾ എന്ത് ചെയ്യും, കുറേ ദൂരം ഈ നിലത്തിൽ കൂടെ ഓടിയിട്ട് ഒരു സ്ഥലത്ത് ഒരു കൊടി നാട്ടിയിരിക്കും, കൊടി വെച്ചിരിക്കും. അവിടെ എത്തിയിട്ട് തിരിയണം. പക്ഷെ ആ തിരിയുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, കൊടിയിൽ തട്ടാൻ പാടില്ല. പിന്നെ ഒരു മരം കയറിൽ കെട്ടിയിട്ടുണ്ടല്ലേ, അത് മറുകണ്ഠം, അവരുടെ സ്ഥലത്ത് നിന്ന് മറുകണ്ഠത്തേക്ക് പോവുകയോ ചെയ്താൽ അത് തെറ്റാണ്, അത് തെറ്റായി കണക്കാക്കും. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ ചെയ്തെത്തുന്നതാണ് വിജയി. ഓടിയെത്തുന്ന സമയമാണ് വിജയിയെ നിർണയിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ പഠിച്ചത് കാർഷികോത്സവമായ മരമടി മഹോത്സവമാണ്. ഓക്കെ, മനസ്സിലായി. അടുത്ത ചോദ്യം, സ്കൂളിൽ സംഘടിപ്പിക്കുന്ന കാർഷികോത്സവത്തോടനുബന്ധിച്ച് നോട്ടീസ് തയ്യാറാക്കുക. സ്കൂളിൽ ഒരു കാർഷികോത്സവത്തോടനുബന്ധിച്ച് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. അതിനായിട്ടൊരു നോട്ടീസ് തയ്യാറാക്കണം. കാർഷികോത്സവമാണ്, അതിനൊരു നോട്ടീസ് തയ്യാറാക്കണം. എങ്ങനെ തയ്യാറാക്കാം? ആദ്യം നോട്ടീസിന് ഒരു ഹെഡിങ് കൊടുക്കുക. എന്താണ്? വയലും വീടും കാർഷികോത്സവം. വയലും വീടും കാർഷികോത്സവം. സ്ഥലം എഴുതുക, തീയതി എഴുതുക. തീയതി, സ്ഥലം, സ്കൂളിൻ്റെ പേര് എഴുതുക. സ്ഥലത്ത് സ്കൂളിൻ്റെ പേര്, തീയതി. നിങ്ങളുടെ എക്സാം നടക്കുന്ന ആ തീയതി എഴുതിയാൽ മതി കേട്ടോ ചോദിക്കുമ്പോൾ. നാട്ടിലെ കർഷക കൂട്ടായ്മയും പിന്നെ സ്കൂളിൻ്റെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, അവിടുത്തെ വിദ്യാർത്ഥികളും ചേർന്ന് സംഘടിപ്പിക്കുന്ന വയലും വീടും കാർഷികോത്സവം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ ഹെഡ് മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം, ഏത് സമയത്താണ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അപ്പോൾ വയലും വീടും കാർഷികോത്സവം ആരുടെ അധ്യക്ഷതയിലാണ്? ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ ഹെഡ് മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ. ആരാണ് ഉദ്ഘാടനം? ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം. നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ പേരെഴുതാം കേട്ടോ. ഉദ്ഘാടനം ഏത് സമയത്താണെന്ന് അവിടെ കൊടുക്കുക, സമയം ഈ ചെയ്യുന്നതാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ തീയതി കൊടുക്കാം. ഉദ്ഘാടന സമ്മേളനത്തിൽ കാർഷിക രത്നം അവാർഡ് നേടിയ ഈ സ്കൂളിലെ കുട്ടിയുടെ പേര്, ഹെഡ് മാസ്റ്റർ പ്രശംസാപത്രവും അവാർഡും നൽകുന്നതാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു? നോട്ടീസാണ്, ഹെഡിങ് കൊടുത്തു, വയലും വീടും കാർഷികോത്സവം, തീയതി, സ്ഥലത്തിൽ സ്കൂളിൻ്റെ പേര്. അപ്പോൾ ആരൊക്കെയാണ് ഈ വയലും വീടും കാർഷികോത്സവം നടത്തുന്നത്? നാട്ടിലെ കർഷക കൂട്ടായ്മയും പിന്നെ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ, നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെഴുതുക. വിദ്യാർത്ഥികളും ചേർന്ന് സംഘടിപ്പിക്കുന്ന വയലും വീടും കാർഷികോത്സവം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ഹെഡ് മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട MLA ഈ ഒരു സമയം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ കാർഷിക രത്നം അവാർഡ് നേടിയ ഈ സ്കൂളിലെ കുട്ടിയുടെ പേര്, ഹെഡ് മാസ്റ്റർ പ്രശംസാപത്രവും അവാർഡും നൽകുന്നതാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീയതി, സ്ഥലം. സ്കൂൾ കാർഷികോത്സവ സമിതി കോർഡിനേറ്റർ. സ്കൂൾ കാർഷികോത്സവം ആരാണ് ഇത് നടത്തുന്നത്? സ്കൂൾ കാർഷികോത്സവ സമിതി കോർഡിനേറ്റർ. ഓക്കെ, അപ്പോൾ നോട്ടീസ് എഴുതാൻ മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? യെസ്. ആദ്യം നമ്മൾ നമ്മുടെ നാട്ടിലൊരു വിവരണം എഴുതി, കാർഷികോത്സവ വിവരണം എഴുതി. രണ്ടാമത് നോട്ടീസ് തയ്യാറാക്കി. ഇനി മൂന്നാമത്തേതിലോട്ട് പോകാം. മൂന്നാമത് പ്രസംഗമാണ് കേട്ടോ. പ്രസംഗം വായിച്ചു നോക്കി. അടുത്ത ചോദ്യം എന്താണ്? കൃഷിയാണ് മനുഷ്യന് ആഹാരം നൽകുന്നത്, അതോടൊപ്പം അത് ഒരു സംസ്കാരവുമാണ്. കൃഷി മനുഷ്യന് ആഹാരം നൽകുന്നു, ഈ കൃഷി എന്നതൊരു സംസ്കാരവുമാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ നെൽകൃഷി കുറയുന്നു. കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രസംഗം തയ്യാറാക്കുക. കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ, അതാണ് വിഷയം. എങ്ങനെയാ പ്രസംഗം തുടങ്ങുക?
പ്രിയമുള്ളവരെ അല്ലെങ്കിൽ ബഹുമാന്യരെ. പ്രിയമുള്ളവരെ അല്ലെങ്കിൽ ബഹുമാന്യരെ, എനിക്കിന്നിവിടെ സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്നാണ്. എനിക്കിന്നിവിടെ സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം, അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ. നാം കഴിക്കുന്ന ആഹാരം കാർഷിക പ്രവർത്തനങ്ങളുടെ ഫലമായി വിയർപ്പിൽ അധ്വാനിക്കുന്ന കർഷകരുടെ സമ്മാനമാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നാം ഓരോരുത്തരും കഴിക്കുന്ന ആഹാരം കാർഷിക പ്രവർത്തനങ്ങളുടെ ഫലമായി വിയർപ്പിൽ അധ്വാനിക്കുന്ന കർഷകരുടെ സമ്മാനമാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിലും ദേശീയ വരുമാനത്തിലും പ്രധാന സംഭാവന നൽകുന്ന ഒന്നാണ് കാർഷിക മേഖല. രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിലും ദേശീയ വരുമാനത്തിലും പ്രധാന സംഭാവന നൽകുന്ന ഒന്നാണ് കാർഷിക മേഖല. നമ്മുടെ സമൂഹം പ്രധാനമായും ആശ്രയിക്കുന്നത് കാർഷിക മേഖലയാണ്. ഒരു കാര്യം നാം ഓർക്കണം, നമ്മുടെ സമൂഹത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളിലൊന്ന് കാർഷിക മേഖലയാണ്. നമ്മുടെ സമൂഹത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളിലൊന്ന് കാർഷിക മേഖലയാണ്. നമ്മുടെ സമൂഹം കൂടുതലും ആശ്രയിക്കുന്നത് കാർഷിക മേഖലയുമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇത് തുടരുന്നു. കാലക്രമേണ കാർഷിക മേഖല വികസിക്കുകയും സമ്പദ് വ്യവസ്ഥയ്ക്ക് ആക്കം കൂടുകയും ചെയ്തു. എന്നാൽ ഇന്ന് മറിച്ചൊരവസ്ഥയാണ് നമുക്കുള്ളത്. നമ്മുടെ നാട് ഉപഭോക്തൃ സംസ്ഥാനമായി മാറിയപ്പോൾ കൃഷി സംസ്കാരവും നശിച്ചു. അപ്പം ഇന്ന് നമ്മുടെ നാട് ഉപഭോക്തൃ സംസ്ഥാനമായി മാറി. എന്താണ് ഉപഭോക്തൃ സംസ്ഥാനം എന്ന് പറയാം. അങ്ങനെയായി മാറിയപ്പോൾ കൃഷിയും സംസ്കാരവും നശിച്ചു. എന്തും വാങ്ങി തിന്നുന്ന ഒരു നാടായി നമ്മളുടേത്. എന്തും വാങ്ങി തിന്നുന്ന, കൃഷി ചെയ്തല്ല, എന്തും വാങ്ങി തിന്നുന്ന ഒരു നാടായി മാറി. നമ്മുടെ രാജ്യം മുഴുവൻ ഭക്ഷണത്തിനായി ആശ്രയിക്കുന്ന ഒരു മേഖലയാണെന്നതിനാൽ ഇതിൻ്റെ വികസനത്തിൽ മുൻപിൽ നിൽക്കേണ്ടത് സർക്കാരാണ്. നമ്മുടെ രാജ്യം മുഴുവനും ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന കാർഷിക മേഖലയാണ് അല്ലേ. എന്നാൽ ഇന്നത് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാങ്ങി തിന്നുന്ന നാടായി മാറി. ഇതിൻ്റെ വികസനത്തിന് മുന്നിൽ നിൽക്കേണ്ടത് സർക്കാരാണ്. പക്ഷെ നമ്മൾ ഇന്ന് പുറകോട്ടാണെന്ന സത്യം നാം അറിഞ്ഞേ മതിയാവൂ. കാർഷിക മേഖലയിൽ നമ്മൾ ഇന്ന് പുറകോട്ടാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാം ഭക്ഷ്യവസ്തുക്കൾ സമൂലം ഇറക്കുമതി ചെയ്യുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യവസ്തുക്കളെല്ലാം എന്ത് ചെയ്യാണ്? ഇറക്കുമതി ചെയ്യുകയാണ്. കുത്തനെയുള്ള വിലക്കയറ്റം സാധാരണക്കാർക്ക് താങ്ങാവുന്നതിനും അപ്പുറത്താണ്. ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ വിലക്കയറ്റമോ സാധാരണക്കാർക്ക് താങ്ങാവുന്നതിനും അപ്പുറത്താണ്. പച്ചക്കറികളാലും മറ്റു ഭക്ഷണ സാധനങ്ങളായാലും ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ നാം കൃഷി ചെയ്തുണ്ടാക്കുന്നില്ല. ഇങ്ങനെ ആയിരുന്നില്ല അരശതാബ്ദത്തിന് മുമ്പ് വരെ. പഴയ കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നു. എന്നാൽ ഇന്നെല്ലാം വാങ്ങി തിന്നുന്നു. പച്ചക്കറികളാലും മറ്റ് ഭക്ഷണ സാധനങ്ങളായാലും ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ നാം കൃഷി ചെയ്തുണ്ടാക്കുന്നില്ല. ഇങ്ങനെ ആയിരുന്നില്ല അരശതാബ്ദത്തിന് മുമ്പ് വരെ. അതിനാൽ കൃഷിയിലേക്ക് യുവജനങ്ങളുടെ മനസ്സ് തിരിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കൃഷിയിലേക്ക് എല്ലാവരും ഇറങ്ങേണ്ട കാലം, ഈ തലമുറയിലെ യുവജനങ്ങൾ ഇറങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പേനയുന്തൽ ജോലി കൊണ്ട് വയറ് നിറയ്ക്കാനാവില്ലെന്ന സത്യം നാം അറിയണം. പേനയുന്തൽ ജോലി കൊണ്ട്, പേന വെച്ച് എഴുതുന്ന അങ്ങനത്തെ ജോലി കൊണ്ട്, കൃഷി ചെയ്യാതെ നമ്മൾ കസേരയിൽ ഇരുന്ന് ചെയ്യുന്ന ജോലി കൊണ്ട് വയറ് നിറയ്ക്കാനാവില്ലെന്ന സത്യം നാം അറിയണം. കൃഷി ഉണ്ടെങ്കിലേ ആഹാര സാധനങ്ങൾ ഉണ്ടാകത്തുള്ളൂ. കൃഷിയാണ് നമ്മുടെ മുഖ്യ ചിന്ത. അതിലേക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെ ഒന്നിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എങ്ങനെ ബഹുമാന്യരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്? പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്, നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ കൺക്ലൂഡ് ചെയ്ത് എന്താണെന്ന് ഒരു ഉപദേശം കൊടുക്കുന്നത് പോലെ കൊടുത്ത് നിർത്താം. നന്ദി, നമസ്കാരം. ഓക്കെ, പ്രസംഗം തയ്യാറാക്കാൻ മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആസ്വാദനക്കുറിപ്പ്, നമ്മുടെ താരതമ്യക്കുറിപ്പാണ്.
ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എന്താണ് നൽകിയിട്ടുള്ളത്? ആ കവിത നിങ്ങൾ 2-3 പ്രാവശ്യം വായിക്കുക, അർത്ഥം മനസ്സിലാക്കുക. അതിനുശേഷം ആരാണ് എഴുതിയത്, ആര് എന്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് ആദ്യം നോട്ട് ചെയ്യുക. അതിലെന്താണ് അതിൻ്റെ ആശയം എന്ന് എഴുതുക. എന്നിട്ടത് ഓരോ വരിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. എന്താണ് ആ കവി അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് എഴുതി അവസാനിപ്പിക്കുക ആസ്വാദനക്കുറിപ്പ്. ഓക്കെ. ഉർവിയെ പുഷ്പിക്കും കല പോൽ നമുക്കഥ നിർവൃതികാരം സർഗവ്യാപാരമുണ്ടോ മഞ്ഞിൽ. വൈലോപ്പിള്ളിയുടെ ഒരു 2 വരി ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ വരികളുടെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഗ്രാമശ്രീകൾ നിങ്ങൾ പഠിച്ചതാണ്. അപ്പം അതും ഇവിടെ വൈലോപ്പിള്ളി എഴുതിയ 2 വരികൾ നൽകിയിട്ടുണ്ട്. ഉർവിയെ പുഷ്പിക്കും കല പോൽ നമുക്കത് നിർവൃതികാരം സർഗവ്യാപാരമുണ്ടോ മഞ്ഞിൽ. ഇത് ഈ കവിതയുടെ ആശയവും ചേർത്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. ഉർവി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് കേട്ടോ. ഉർവിയെ, ഭൂമിയെ, മണ്ണിനെ പൂവണിയിക്കുന്നത് പോലെ മഹത്തായ ഒരു കലാസൃഷ്ടി വേറെയില്ല. അത് നമുക്ക് ആനന്ദം തരുന്നു, നിർവൃതി തരുന്നു. ഏറ്റവും വലിയ സർഗവ്യാപാരവും അത് തന്നെയാണ്. വൈലോപ്പിള്ളിയുടെ വാക്കുകൾ പൂർണ്ണമായും ശരിയാണ്. അതേ ആശയം തന്നെയാണ് കടത്തനാട്ട് മാധവിയമ്മയും ഗ്രാമശ്രീകൾ എന്ന കവിതയിൽ ആലേഖനം ചെയ്തത്. ഭൂമിയെ പൂവണിയിക്കുന്നത് പോലെ മഹത്തായ ഒരു കലാസൃഷ്ടി വേറെയില്ല. അത് നമുക്ക് ആനന്ദം തരുന്നു, നിർവൃതി തരുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ കലാസൃഷ്ടി, സർഗവ്യാപാരം എന്നാണ് വൈലോപ്പിള്ളിയുടെ വാക്കുകൾ. ഇതേ ആശയം തന്നെയാണ് കടത്തനാട്ട് മാധവിയമ്മയും ഗ്രാമശ്രീകൾ എന്ന കവിതയിൽ ആലേഖനം എഴുതിയിട്ടുള്ളത്. ഞാറ് നടന്ന ഗ്രാമീണ മംഗമാർ ചെളിയിൽ കാൽ കൊണ്ട് തീർക്കുന്ന താമരത്താർ എത്ര മനോഹരമാണ്. ഞാറ് നടുന്നവരെ കണ്ടിട്ടുണ്ടോ? അവർ ചെളിയിൽ ഇറങ്ങും അല്ലേ? ചെളിയിൽ ഇറങ്ങിയാണ് ഞാറ് നടുന്നത്. അവരുടെ കാലൊക്കെ ചെളിയാവും. ആ ഗ്രാമീണ മംഗമാർ ചെളിയിൽ കാൽ കൊണ്ട് തീർക്കുന്ന താമരത്താർ എത്ര മനോഹരമാണ്. അവർ ഉർവിയെ പൂവണിയിക്കുകയാണ്. അവർ ചെളിയൊക്കെ ചവിട്ടി എന്ത് ചെയ്യുന്നു? അത് ഭംഗിയാക്കിയ ശേഷം അവിടെ ഞാറ് നടുന്നു. ഞാറ് നട്ടിരിക്കുന്ന വയലുകൾ ദൂരെ നിന്ന് നോക്കിയാൽ നീല നീരാളം വിരിച്ചതുപോലെ തോന്നും. ഞാറ് നട്ടിരിക്കുന്ന വയലുകൾ ദൂരെ നിന്ന് നോക്കിയിട്ടുണ്ടോ? എന്ത് മനോഹരമാണ് അല്ലേ? എത്ര മനോഹരമാണ് പ്രകൃതിയിലുള്ള ആ ദൃശ്യാവിഷ്കരണം. വൈലോപ്പിള്ളിയും മാധവിയമ്മയും ഒരേ കലാസൃഷ്ടി, ഒരേ സർഗവ്യാപാരം തന്നെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഭൂമിയെ പൂവണിയിക്കുന്ന ആ ഒരു അർത്ഥം വരുന്ന രീതിയിൽ തന്നെയാണ് 2 പേരുടെയും കലാസൃഷ്ടി അല്ലേ? ആ പ്രകൃതിയെ മനോഹരമാക്കുന്ന അതാണ് 2 പേരുടെയും കവിതകളിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. വൈലോപ്പിള്ളിയും മാധവിയമ്മയും ഒരേ സർഗവ്യാപാരം തന്നെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമ്മളിവിടെ 4 ചോദ്യങ്ങൾ പഠിച്ചു. ഈ 4 ചോദ്യങ്ങൾ നല്ലതുപോലെ മനസ്സിലായല്ലോ. താരതമ്യക്കുറിപ്പ് പഠിച്ചു, പ്രസംഗം പഠിച്ചു, നോട്ടീസ് പഠിച്ചു, വിവരണം തയ്യാറാക്കാനായിട്ടും പഠിച്ചുവല്ലോ. എക്സാം നല്ലതുപോലെ എഴുതിയില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്,
1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം, മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.